പണമോ വസ്തുവകകളോ ഒക്കെ കൊടുത്ത് സ്നേഹിതരെ സമ്പാദിക്കുവാൻ ശ്രമിക്കുന്നത് മഠേതരമാകുന്നു. അങ്ങനെ കൊടുത്താൽ പോലും ഇന്ന് കൊടുക്കുന്നത്രയും നാളെ കൊടുത്താൽ അങ്ങനെയുള്ളവർ തൃപ്തരാകില്ല എന്ന കാര്യം മറന്നുപോകരുത്. ഒരു യഥാർത്ഥ സുഹൃത്ത് ആരെന്ന് തിരിച്ചറിയുന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാകും. അതിനൊന്ന് ശ്രമിച്ചാലോ? ജീവസന്ദേശത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. പർവ്വതങ്ങൾ യെരുശലേമിനെ ചുറ്റിയിരിക്കുന്നത് പോലെ യഹോവ തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പാടുന്നു. മാനുഷികമായ പല വീഴ്ചകളുടെയും മധ്യത്തിലും ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാൻ മനസ്സുവെച്ചപ്പോൾ ഹിസ്കിയാവ് എന്ന രാജാവിൻ്റെ മുമ്പിൽ അന്നത്തെ ലോകശക്തിയായിരുന്ന ആശൂർ തകർന്നടിയുന്ന കാഴ്ച ഏതൊരു ദൈവഭക്തനെയും ആവേശഭരിതനാക്കും. യഹോവയുടെ കണ്ണ് തങ്കിൽ ഏകാഗ്ര ചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലായിടവും ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. യെശയ്യാ പ്രവചന പുസ്തകം 36, 37 അധ്യായങ്ങൾ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയമാകുന്നു. യെശയ്യാ പ്രവചനം 36 മുതൽ 39 വരെയുള്ള അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിലെ രണ്ടാമത്തെ ഭാഗം. ഇത് ഇതിനു മുൻപുള്ള ഭാഗം പോലെയോ ഇതിന് ശേഷം വരുന്ന ഭാഗം പോലെയോ ഉള്ളതല്ല. പ്രവചനത്തെക്കാൾ അധികം ഇതിനകത്ത് ചരിത്ര രേഖയാണ് നാം കാണുന്നത്. എഴുത്തിൻ്റെ ഭാഷാ രീതി പോലും ഇവിടെ വ്യത്യസ്തമായിരിക്കുന്നു. ഒന്നാമത്തെ ഭാഗത്തെ വിഷയം ദൈവഭരണവും ദൈവിക ന്യായവിധികളുടെ രീതിയും ആയിരുന്നല്ലോ. ഇനി 40 മുതലുള്ള അധ്യായങ്ങളിൽ, അതായത് അവസാന ഭാഗത്ത്, ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ചത്രേ നാം കാണുന്നത്. ന്യായവിധിയല്ല, ദൈവത്തിൻ്റെ രക്ഷയെക്കുറിച്ച്. ഈ രണ്ട് ഭാഗങ്ങളുടെയും ഇടയ്ക്ക് ഈ 4 അധ്യായങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഈ ചരിത്രപരമായ ചെറിയ ഭാഗം അവയെ തമ്മിലിണക്കുന്ന ഖണ്ണിയായിരിക്കുന്നു എന്നോർക്കണം. എന്തിനാണ് ഈ ഭാഗം ഈ പുസ്തകത്തിൽ ഇവിടെ ചേർത്തിരിക്കുന്നത്? ഈ കാര്യം അറിയുന്നത് വളരെ പ്രയോജനം ചെയ്യും. അർത്ഥപൂർണമായ പല കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുണ്ട്. പ്രധാനമായും 3 കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഒന്നാമതായി, ലോകചരിത്രവും ദൈവിക ചരിത്രവും ഒന്നല്ല എന്നതാണ്. ദൈവിക ചരിത്രം കേവലം ചരിത്രം മാത്രമല്ല, അത് ഭൂതകാല സംഭവങ്ങളുടെ വെറും ചരിത്ര രേഖകൾ മാത്രമല്ല. അതായത് ദൈവിക വീക്ഷണത്തിലുള്ള ചരിത്രത്തിൽ വലിയ ആത്മീയ സത്യങ്ങൾ മറഞ്ഞു കിടക്കുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ കണ്ണുകളാൽ മാത്രമേ അവയെ കാണുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കൂ. ദൈവിക ചരിത്രത്തിലെ അല്ലെങ്കിൽ ആത്മീയ ചരിത്രത്തിലെ ദൈവിക ഉദ്ദേശം എന്താകുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഇതിന് ചില പ്രത്യേക കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ഒന്ന് ശ്രമിക്കട്ടെ. ഒന്നാമതായി, വലിയ ലോക സംഭവങ്ങളെ പ്രധാനപ്പെട്ടതായി രേഖപ്പെടുത്തുന്ന സാധാരണ ചരിത്രകാരന് ഈ കാര്യങ്ങൾ വളരെ നിസ്സാരങ്ങളായി തോന്നും. എന്നാൽ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനോട് ബന്ധപ്പെട്ട സംഭവങ്ങൾ സ്വർഗം നോക്കുമ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുമാത്രമല്ല, ഈ അധ്യായങ്ങളിൽ അശൂരിൽ നിന്നും ശക്തി ബാബേലിലേക്ക് മാറ്റപ്പെടുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ബാബിലോൺ ആയിരുന്നു ആദ്യത്തെ ലോകമഹാശക്തി. അവർ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിന് വലിയ ഭീഷണിയുമായിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് ജാതികളുടെ കാലം എന്ന് വിശേഷിപ്പിക്കുന്ന സമയത്ത് ബാബേൽ ആരംഭിക്കുകയായിരുന്നു. അതുമാത്രമല്ല, ഈ ഭാഗം ദാവീദിൻ്റെ ഒരു സന്തതിയുടെ ചരിത്രരേഖയാണെന്നുള്ളതാണ്.
അവൻ, അതായത് ദാവീദിൻ്റെ സന്തതി, ശത്രുക്കളാൽ ചുറ്റപ്പെട്ട് മരണത്തിൻ്റെ വക്കോളം എത്തുകയും എന്നാൽ വീണ്ടും ഭരണം തുടരുന്നതിൻ്റെ ചരിത്രമാകുന്നു നാം ഇവിടെ കാണുന്നത്. ഇതിൻ്റെ നിഴലിൽ ദാവീദിൻ്റെ ഒരു സന്തതിയായ കർത്താവായ യേശു ക്രിസ്തു ശത്രുക്കളാൽ ചുറ്റപ്പെട്ട് മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നതിനെയും മരണത്തിൽ നിന്ന് ഉയർത്ത് രാജാവായി വാഴുവാൻ വീണ്ടും വരുന്നതിനെയും ചിത്രീകരിക്കുന്നു. ഇനിയും ഈ ചരിത്ര ഇടവേളയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങളുണ്ട്. തിരുവചനത്തിൽ 3 പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സംഭവങ്ങൾ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18-19 അധ്യായങ്ങളിലും, ദിനവൃത്താന്ത പുസ്തകങ്ങൾ 2 ദിനവൃത്താന്തം 29-30 അധ്യായങ്ങളിലും, പിന്നെ ഇവിടെ യെശയ്യാവിൻ്റെ ഈ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്തും ഈ സംഭവങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവങ്ങൾ അതീവ പ്രാധാന്യമുള്ളതായതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഇതിനെ 3 പ്രാവശ്യം അതുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 3 ഭാഗങ്ങളിലെ രേഖകൾ ഒന്നു തന്നെ അല്ലെങ്കിലും സാമ്യമുള്ളവയാണ്. ഈ 3 രേഖകളും എഴുതിയത് യെശയ്യാവാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. കുറഞ്ഞപക്ഷം രാജാക്കന്മാരുടെ പുസ്തകത്തിലെ രേഖയെങ്കിലും യെശയ്യാവ് എഴുതിയതായിരിക്കും എന്നവർ പറയുന്നു. ഈ ഭാഗത്ത് ചില പ്രത്യേക സത്യങ്ങൾ നമ്മെ പഠിപ്പിക്കുവാൻ നിശ്ചയമായും പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഇത് പഠിക്കുമ്പോൾ മനസ്സിലാകും. ഇനിയും ഈ ഇടവേളയിലെ 3-ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് 3 അതിശയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. അവ വളരെ പ്രത്യേകവുമാണ്. മരണദൂതൻ 1,85,000 അശൂര്യരെ കൊല്ലുന്നതാണ് 1-ാമത്തെ അതിശയം. 37-ാം അധ്യായത്തിൻ്റെ 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണും. പിന്നെ ആഹാസിൻ്റെ ഘടികാരത്തിൽ സൂര്യൻ 10 ഡിഗ്രി പിന്നോക്കം പോകുന്നതാണ് 2-ാമത്തെ അതിശയം. 38-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളിൽ നാം അത് വായിക്കാം. ദൈവം ഹിസ്കിയാവിനെ സുഖപ്പെടുത്തുന്നതും അവൻ്റെ ആയുസ്സിനോട് 15 വർഷം നീട്ടിക്കൊടുക്കുന്നതുമാണ് 3-ാമത്തെ അതിശയം. യെശയ്യാപ്രവചനം 38-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണും. ഇനിയും 4-ാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഭാഗം അശൂരിനെ സൂചിപ്പിച്ചുകൊണ്ട് ആരംഭിക്കുകയും ബാബേലിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഹിസ്കിയാവ് 2 പ്രധാനപ്പെട്ട കത്തുകൾ സ്വീകരിക്കുന്നതായും ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു. ഇതിൽ 1-ാമത്തെ കത്ത് അശൂരിൽ നിന്നായിരുന്നു. ഹിസ്കിയാവ് അത് പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ കൊണ്ടുപോയി വെച്ചതായി നാം കാണുന്നു. ദൈവം അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ജനത്തെ വിടുവിക്കുകയും ചെയ്തു. യെശയ്യാപ്രവചനം 37-ാം അധ്യായത്തിൽ നാം അത് കാണുന്നതത്രേ. 2-ാമത്തെ എഴുത്ത് ബാബേൽ രാജാവിൽ നിന്നായിരുന്നു. ഹിസ്കിയാവിനെ പ്രശംസിച്ചുകൊണ്ടുള്ളതായിരുന്നു ആ കത്ത്. ഹിസ്കിയാവ് അത് പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ കൊണ്ടുപോയില്ല. അതിൻ്റെ ഫലമായി യഹൂദയ്ക്ക് അധഃപതനമുണ്ടായതായി നാം കാണുന്നു. 39-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 8 വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നു. മനസ്സിലായത്? ഈ 36 മുതൽ 39 വരെയുള്ള അധ്യായങ്ങളിലെ ആ ഇടവേള വളരെ ശ്രദ്ധേയമാണ്. അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു, അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു, മറന്നു പോകരുത്. ഇനി 36-ാം അധ്യായം പഠിക്കുവാൻ തുടങ്ങുമ്പോൾ ഇതിലെ വിഷയം ഹിസ്കിയാവും അശൂരും ആണ് എന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ. അശൂർ രാജാവായ സൻഹരീബ് വടക്ക് നിന്നും പെരുവെള്ളം പോലെ വന്ന് വഴിയിൽ കണ്ട എല്ലാ ജാതികളെയും പട്ടണങ്ങളെയും പിടിച്ചടക്കി. തൻ്റെ സൈന്യമായി വിജയാഹ്ലാദത്തോടെ അവൻ യെരൂശലേമിൻ്റെ മതിലിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ഹിസ്കിയാവ് അവനോട് ചെറുത്തു നിൽക്കുന്നു എന്ന ചിന്ത സൻഹരീബിന് സംഭ്രമമുണ്ടാക്കി. കൂടുതൽ വിവരം ലഭിക്കാൻ അശൂർ അന്വേഷണം നടത്തി. ഹിസ്കിയാവിന് വല്ല രഹസ്യ ആയുധങ്ങളും ഉണ്ടായേക്കുമോ എന്ന് അവർ സംശയിച്ചു. അവൻ്റെ പ്രതിനിധിയായ, അതായത് അശൂര്യ രാജാവിൻ്റെ പ്രതിനിധിയായ റബ്ശാക്കെ സാധ്യമായ എല്ലാവിധത്തിലും യെരൂശലേമിനെ പരിഹസിക്കുവാനും തുടങ്ങി. യെരൂശലേമിന് മറ്റ് രാജാക്കന്മാരോ ദൈവമോ സഹായം നൽകുമെന്ന് ചിന്തിച്ചാലും അതുകൊണ്ട് ഫലമില്ലെന്ന് പറഞ്ഞ് ഈ റബ്ശാക്കെ അവരെ കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്. വ്യവസ്ഥ കൂടാതെ ഇസ്രായേൽ കീഴടങ്ങാൻ അത്രേ വളരെ പുച്ഛത്തോടെ ഈ റബ്ശാക്കെ ആവശ്യപ്പെടുന്നത്. അശൂർ യെരൂശലേമിനെ ആക്രമിക്കുമെന്ന ഭീഷണിയാണ് ആദ്യം 36-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്നത്. ഞാനൊന്ന് വായിക്കട്ടെ. 36-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ഹിസ്കിയ രാജാവിൻ്റെ 14-ാം ആണ്ടിൽ അശൂർ രാജാവായ സൻഹരീബ്
യഹൂദയിലെ ഉറപ്പുള്ള എല്ലാ പട്ടണങ്ങളുടെയും നേരെ പുറപ്പെട്ടു വന്ന് അവയെ പിടിച്ചു. ഉസിയ രാജാവ് മരിച്ച ആണ്ടിലായിരുന്നു യെശയ്യാവ് തൻ്റെ പ്രവാചക ശുശ്രൂഷ ആരംഭിച്ചത് എന്ന കാര്യം 6-ാം അധ്യായത്തിൽ നാം കണ്ടതാണല്ലോ. യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നിവരുടെ കാലത്ത് അത് യെശയ്യാവിൻ്റെ ശുശ്രൂഷ തുടരുകയും ചെയ്തു. യഹൂദയെ ഭരിച്ച 5 നല്ല രാജാക്കന്മാരിൽ ഒരാളായിരുന്നു ഹിസ്കിയാവ്. ആസ, യഹോശാഫാത്ത്, യോവാശ്, യോശിയാവ് എന്നിവരാണ് മറ്റ് 4 നല്ല രാജാക്കന്മാർ. ഇവരുടെ ഭരണകാലത്ത് യഹൂദയിൽ ആത്മീയ ഉണർവുണ്ടായതായി നാം കാണുന്നു. ഹിസ്കിയ രാജാവ് വാസ്തവത്തിൽ ഒരു വലിയ രാജാവായിരുന്നു. ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ 2 ദിനവൃത്താന്തം 29-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, യെഹസ്കിയാവ് 25-ാം വയസ്സിൽ വാഴ്ച തുടങ്ങി. 29 സംവത്സരം യെരൂശലേമിൽ വാണു. അവൻ്റെ അമ്മയ്ക്ക് അബിയ എന്നു പേർ. അവൾ സക്കറിയാവിൻ്റെ മകളായിരുന്നു. അവൻ തൻ്റെ അപ്പനായ ദാവീദ് ചെയ്തതുപോലെ ഒക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ഹിസ്കിയാവ് ഒരു നല്ല രാജാവായിരുന്നെങ്കിലും യെരൂശലേമിനെ ആക്രമിക്കാൻ വന്ന ആ സൻഹെരീബിനെ പിന്തിരിപ്പിക്കാനായി അവന് കൈക്കൂലി കൊടുത്തു എന്ന തെറ്റ് ചെയ്തതായി നാം കാണുന്നു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നു. അശ്ശൂർ രാജാവിൻ്റെ ആവശ്യം നിറവേറ്റാനായി ഹിസ്കിയാവ് ദൈവാലയത്തിലെ പൊന്നും വെള്ളിയും എടുത്തു മാറ്റി. പക്ഷേ അതിന് പ്രയോജനമുണ്ടായില്ല. കാരണം അശ്ശൂർ സൈന്യം ആലയത്തിന് വെളിയിലെത്തിക്കഴിഞ്ഞിരുന്നു. ആ കൊടുക്കൽ ഒരിക്കലും ഗുണം ചെയ്തില്ല. 2-ാം വാക്യത്തിൽ 36-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അന്ന് അശ്ശൂർ രാജാവ് റബ്ശാക്കോയെ ലാഖീശിൽ നിന്ന് യെരൂശലേമിലേക്ക് ഹിസ്കിയ രാജാവിൻ്റെ അടുക്കൽ ഒരു വലിയ സൈന്യത്തോടുകൂടെ അയച്ചു. അവൻ അലക്കുകാരൻ്റെ വയലിലെ പെരുവഴിക്കലുള്ള മേലത്തെ കുളത്തിൻ്റെ കൽപ്പാത്തിക്കരികെ നിന്നു. സൻഹെരീബ് തനിയെ ചെല്ലാൻ കൂട്ടാക്കിയില്ല. അവൻ റബ്ശേക്കയുടെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ അയക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ അവർ യെരൂശലേമിൻ്റെ മതിലിനു വെളിയിൽ പാളയമടിച്ചിരിക്കുകയാണ്. ഹിസ്കിയാവിൻ്റെയും ജനത്തിൻ്റെയും ഉള്ളിൽ ഭീതി പരത്തി അവരെ അടിയറവ് പറയിക്കുക എന്നതായിരുന്നു റബ്ശേക്കയുടെ ലക്ഷ്യം. സൻഹെരീബിൻ്റെ വ്യവസ്ഥയെ അറിയുന്നതിനായി ഹിസ്കിയാവ് തൻ്റെ ദൂതന്മാരെ അയക്കുന്നു. യെരൂശലേം കീഴടങ്ങണമെന്ന് അശ്ശൂർ ആവശ്യപ്പെടുന്നു. 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. 3-ാം വാക്യം, അപ്പോൾ ഹിൽക്കിയാവിൻ്റെ മകൻ എല്യാക്കീം എന്ന രാജധാനി വിചാരകനും രായസക്കാരൻ സെബ്നയും ആസാഫിൻ്റെ മകൻ യോവാഹ് എന്ന മന്ത്രിയും അവൻ്റെ അടുക്കൽ പുറത്തു ചെന്നു. റബ്ശാക്കെ അവരോട് പറഞ്ഞതെന്തെന്നാൽ, നിങ്ങൾ ഹിസ്കിയാവോട് പറയേണ്ടത്, അശ്ശൂർ രാജാവായ മഹാരാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു, നീ ആശ്രയിച്ചിരിക്കുന്ന ഈ ആശ്രയം എന്ത്? യുദ്ധത്തിന് വേണ്ടുന്ന ആലോചനയും ബലവും ഉണ്ട് എന്നുള്ള വെറും വാക്കത്രേ എന്ന് ഞാൻ പറയുന്നു. ആരെ ആശ്രയിച്ചിട്ടാകുന്നു നീ എന്നോട് മത്സരിച്ചിരിക്കുന്നത്? എന്ത് രഹസ്യായുധത്തിൻ്റെ പേരിലാണ് ഹിസ്കിയാവ് എതിർത്ത് നിൽക്കുന്നതെന്ന് ഈ റബ്ശേക്ക അതിശയിക്കുകയാണ്. മിസ്രൈമിലായിരിക്കാം ഹിസ്കിയാവ് ആശ്രയം വെക്കുന്നത് എന്ന് റബ്ശേക്ക ആദ്യം വിചാരിച്ചു. 6-ാം വാക്യത്തിൽ അതാണ് അവൻ പറയുന്നത്, ചതഞ്ഞ ഓടക്കോലായ മിസ്രൈമിലല്ലോ നീ ആശ്രയിച്ചിരിക്കുന്നത്. അത് ഒരുത്തൻ ഊന്നിയാൽ അവൻ്റെ ഉള്ളം കൈയിൽ തറച്ചുകൊള്ളും. മിസ്രൈം രാജാവായ ഫറവോൻ തന്നിൽ ആശ്രയിക്കുന്ന ഏവർക്കും അങ്ങനെ തന്നെയാകുന്നു. അശ്ശൂർ സൈന്യം മിസ്രൈമിനെ പിടിച്ചടക്കുവാൻ അവിടേക്ക് പോകുന്ന വഴിയിലായിരുന്നു. യെരൂശലേം ആ വഴിക്ക് തടസ്സമായി തീരുകയാണ് ചെയ്തത്. ഹിസ്കിയാവിനും മിസ്രൈമിൽ നിന്നും യാതൊരു സഹായവും ലഭിക്കുകയില്ല എന്ന കാര്യത്തിൽ ഈ റബ്ശേക്കയും നല്ല നിശ്ചയമുള്ളവനായിരുന്നു. 7-8 വാക്യങ്ങളിൽ അവൻ പറയുന്നത്, അല്ല, നീ എന്നോട് ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ അവൻ്റെ പൂജാഗിരികളും യാഗപീഠങ്ങളും ഹിസ്കിയാവ് നീക്കിക്കളഞ്ഞിട്ടല്ലോ യഹൂദയോടും യെരൂശലേമ്യരോടും നിങ്ങൾ ഈ യാഗപീഠത്തിന് മുമ്പിൽ നമസ്കരിപ്പീനെന്ന് കൽപ്പിച്ചത്. ആകട്ടെ, എൻ്റെ യജമാനനായ അശ്ശൂർ രാജാവുമായി വാത് കെട്ടുക. തക്ക കുതിരച്ചേവകരെ കയറ്റുവാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞാൻ 2000 കുതിരയെ നിനക്ക് തരാം. ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ഭാഗമായത്. വേറൊരു സാധ്യത റബ്ശേക്ക ചൂണ്ടിക്കാണിക്കുന്നു. നിങ്ങൾ
നിങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു എന്നാണോ പറയുന്നത്? മിസ്രൈമിലില്ല, യഹോവയിലാണോ ആശ്രയിക്കുന്നത്? കൊള്ളാം. ഓർക്കണം, ഹിസ്കിയാവ് പൂജാഗിരികളും യാഗപീഠങ്ങളും എല്ലാം ദേശത്ത് നിന്നും നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. പിന്നെ എങ്ങനെ ദൈവം നിങ്ങളെ സഹായിക്കുമെന്നത്ര നിങ്ങൾ പറയുന്നത്? റബ്ശേക്ക് അവരെ വെല്ലുവിളിക്കുകയാണ്. ഇവിടെയാണ് അവൻ്റെ ആത്മീയമായ വിവേകശൂന്യത നാം കാണുന്നത്. മലമുകളിൽ ഉണ്ടായിരുന്ന പൂജാഗിരികളും യാഗപീഠങ്ങളും യെരുശലേമിൻ്റെ ജീവനുള്ള ദൈവത്തിൻ്റെ ആരാധനാ സ്ഥലങ്ങളായിരുന്നു എന്നത്ര ഈ റബ്ശേക്ക് ചിന്തിച്ചത്. ഹിസ്കിയാവ് ജനത്തിൻ്റെ ആരാധനാ സ്ഥലങ്ങൾ നശിപ്പിച്ചു എന്ന്, ഇപ്പോൾ അവർക്ക് ആരാധിക്കുവാൻ സ്ഥലം പോലും ഇല്ലല്ലോ എന്നാണ് അവൻ്റെ ചിന്ത. റബ്ശേക്കയുടെ മൂന്നാമത്തെ ചിന്ത 8ഉം 9ഉം വാക്യങ്ങളിൽ നാം പ്രത്യേകം കാണുന്നുണ്ട്. യെരുശലേമിനെ രക്ഷിപ്പാൻ ഹിസ്കിയാവ് തൻ്റെ സ്വന്തം ശക്തിയിലും ആൾബലത്തിലും ആശ്രയിപ്പാൻ ശ്രമിച്ചാൽ അത് വെറുതെ ആണ് എന്നത്രേ അവൻ പറയുന്നത്. അവൻ പറയുന്നു, 2000 കുതിരകളെ തന്നാൽ അതിന് തക്ക കുതിരച്ചേവകരെ നൽകുവാൻ പോലും നിനക്ക് കഴിയില്ല. ഇതത്ര റബ്ശേക്ക് ഹിസ്കിയാവിനെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നത്. പരിഹസിക്കുകയാണവർ. റബ്ശേക്ക് ചൂണ്ടിക്കാണിക്കുന്ന 4ാമത്തെ കാര്യം നോക്കിക്കേ, 10ാം വാക്യത്തിൽ, ഞാനിപ്പോൾ ഈ ദേശം നശിപ്പിപ്പാൻ യഹോവയെ കൂടാതെയോ അതിൻ്റെ നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നത്? യഹോവ എന്നോട് ഈ ദേശത്തിൻ്റെ നേരെ പുറപ്പെട്ട് എന്ന് അതിനെ നശിപ്പിക്കുക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ഇതാരാ പറയുന്നത്? റബ്ശേക്ക്, അശൂര്യൻ. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ് ഇപ്പോൾ അശൂരിനെ യെരുശലേമിൻ്റെ നേരെ അയച്ചിരിക്കുന്നതെന്നത്രേ ഈ വിജാതിയൻ പറയുന്നത്. അവൻ ആ ദൈവത്തെ അറിയുക പോലുമില്ല. ദൈവം തൻ്റെ പക്ഷത്താണെന്ന് പോലും അവൻ വാദിക്കുകയാണ്. 15ാം വാക്യത്തിൽ നാം കാണുന്നത്, അപ്പോൾ എല്യാക്കീമും ശെബ്നയും യോവാഹും റബ്ശേക്കയോട്, അടിയങ്ങളോട് ആരാം ഭാഷയിൽ സംസാരിക്കണമേ, അത് ഞങ്ങൾക്കറിയാം. മതിലിന്മേലുള്ള ജനം കേൾക്കെ ഞങ്ങളോട് യഹൂദ ഭാഷയിൽ സംസാരിക്കരുതേ എന്ന് പറഞ്ഞു. ഇപ്പോൾ എല്യാക്കീമും ശെബ്നയും യോവാഹും റബ്ശേക്കയോട് ആരാമ്യ ഭാഷയിൽ സംസാരിക്കുവാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ അവരുടെ ഈ പ്രതിഷേധം കൂടുതൽ ഉച്ചത്തിൽ പറയാൻ റബ്ശേക്കയ്ക്ക് പ്രേരണയായതേ ഉള്ളൂ. ശത്രുക്കൾ എപ്പോഴും അങ്ങനെയാണല്ലോ. അവർ ദൂഷണ വാക്കുകൾ ഉച്ചത്തിൽ പറഞ്ഞ് പ്രതിയോഗിയുടെ വീര്യം കെടുത്താൻ ശ്രമിക്കും. ഈ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ വളരെ ഗർവോടെ റബ്ശേക്ക് യെരുശലേമിനെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. മറ്റ് യാതൊരു ജാതിയുടെ ദൈവത്തിനും തൻ്റെ ജനത്തെ അശൂരിൽ നിന്നും രക്ഷിപ്പാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് യെരുശലേമിനെ യഹോവ രക്ഷിക്കും എന്ന് നിങ്ങൾ പറയുന്നത്? അതാണ് അവൻ ചോദിക്കുന്നത്. യഹോവയാം ദൈവത്തെ അവൻ ജാതീയ വിഗ്രഹങ്ങളോട് തുല്യമായിട്ടത്രേ കാണുന്നത്. ദൂതന്മാർ അശൂരിൻ്റെ വ്യവസ്ഥകൾ ഹിസ്കിയാവിനെ അറിയിക്കുന്നതിനെയാണ് 22ാം വാക്യത്തിൽ നാം കാണുന്നത്. 36ാം അധ്യായത്തിൻ്റെ 22ാം വാക്യം, ഹിൽക്കിയാവിൻ്റെ മകൻ എല്യാക്കീം എന്ന രാജധാനി വിചാരകനും രായസക്കാരൻ ശെബ്നയും ആസാഫിൻ്റെ മകൻ യോവാഹ് എന്ന മന്ത്രിയും വസ്ത്രം കീറി ഹിസ്കിയാവിൻ്റെ അടുക്കൽ വന്ന് റബ്ശേക്കയുടെ വാക്ക് അവനോട് അറിയിച്ചു. വസ്ത്രം ഒരു വ്യക്തിയുടെ മാന്യതയെയും മഹത്വത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. വസ്ത്രം കീറുന്നത് താഴ്മയെയും ലജ്ജയെയും വെളിപ്പെടുത്തുന്നു. അശൂർ രാജാവിൻ്റെ സന്ദേശവുമായി ഹിസ്കിയ രാജാവിൻ്റെ മുന്നിലെത്തിയ ദൂതന്മാർ തികച്ചും നിന്ദിതരും നിരാശിതരുമായിരുന്നു. ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഹിസ്കിയാവിനുണ്ടായ പ്രതികരണമാണ് യെശയ്യാ പ്രവചനം 37ാം അധ്യായത്തിൽ നാം കാണുന്നത്. ഞാൻ അതിൻ്റെ 1ാം വാക്യം ഒന്ന് വായിക്കാം. 37:1. ഹിസ്കിയ രാജാവ് അത് കേട്ടപ്പോൾ വസ്ത്രം കീറി രട്ടുടുത്തുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ ചെന്നു. ദൂതന്മാർ നൽകിയ ദൂതിനോടുള്ള ഹിസ്കിയാവിൻ്റെ പ്രതികരണം താനൊരു വിശ്വാസത്തിൻ്റെ മനുഷ്യനാണെന്ന് വെളിപ്പെടുത്തുന്നതായിരുന്നു. തൻ്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവത്തിങ്കിലേക്ക് തിരിയുകയും ദൈവാലയത്തിലേക്ക് പോവുകയും ചെയ്യും. 2ഉം 3ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, പിന്നെ അവൻ രാജധാനി വിചാരകൻ എല്യാക്കീമിനെയും രായസക്കാരൻ ശെബ്നയെയും പുരോഹിതന്മാരിൽ മൂപ്പന്മാരെയും രട്ടുടുത്തവരായി ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകൻ്റെ അടുക്കൽ അയച്ചു. അവർ അവനോട് പറഞ്ഞത്, ഹിസ്കിയാവ് ഇപ്രകാരം പറയുന്നു, ഇത് കഷ്ടവും ശാസനയും നിന്ദയുമുള്ള ദിവസമത്രേ. കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു, പ്രസവിപ്പാനോ ശക്തിയില്ല. ഹിസ്കിയ രാജാവ് തൻ്റെ ഭൃത്യന്മാരെ പ്രവാചകൻ്റെ അടുത്തേക്ക് അയക്കുന്നു. വിശ്വാസത്തിൻ്റെ മറ്റൊരു പ്രവൃത്തിയായിരുന്നു അത്.
ദൈവത്തിൽ നിന്നുള്ള ഒരു സന്ദേശം അവൻ ആവശ്യമായിരുന്നു. തൻ്റെ ബലഹീനത അവൻ സമ്മതിക്കുന്നു. 4-ാം വാക്യത്തിൽ അവൻ പറയുകയാണ്, ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ റബ്ശേക്കയെ അവൻ്റെ യജമാനനായ അശൂർ രാജാവ് അയച്ചു പറയിക്കുന്ന വാക്ക് നിൻ്റെ ദൈവമായ യഹോവ പക്ഷേ കേൾക്കും. നിൻ്റെ ദൈവമായ യഹോവ കേട്ടിരിക്കുന്ന വാക്കിന് പ്രതികാരം ചെയ്യും. ആകയാൽ ഇനിയും ശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം കഴിക്കണമേ. യെശയ്യാവ് പറയുന്നത് ശ്രദ്ധിക്കും, നിൻ്റെ ദൈവമായ യഹോവ. എന്നാൽ പിന്നീട് അവനത് തിരുത്തുന്നതായി 20-ാം വാക്യത്തിൽ നാം കാണുന്നു. നിൻ്റെ ദൈവമായ യഹോവ എന്നുള്ളതിന് അവൻ ഞങ്ങളുടെ ദൈവമായ യഹോവ. ഹിസ്കിയാവിന് യെശയ്യാവിലൂടെ ദൈവത്തിൻ്റെ പ്രോത്സാഹനം ലഭിക്കുന്നതാണ് തുടർന്ന് നാം കാണുന്നത്. 6-7 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഹിസ്കിയ രാജാവിൻ്റെ ഭൃത്യന്മാർ യെശയ്യാവിൻ്റെ അടുക്കൽ വന്നപ്പോൾ യെശയ്യാവ് അവരോട് പറഞ്ഞു, നിങ്ങളുടെ യജമാനനോട് പറയേണ്ടത് എന്തെന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അശൂര്യ രാജാവിൻ്റെ ഭൃത്യന്മാർ എന്നെ നിന്ദിച്ചതായി നീ കേട്ടിരിക്കുന്ന വാക്ക് നിമിത്തം ഭയപ്പെടേണ്ട. ഞാൻ അവന് ഒരു മനോവിഭ്രമം വരുത്തും. അവനൊരു ശ്രുതി കേട്ടിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും. ഞാൻ അവനെ അവൻ്റെ സ്വന്തം ദേശത്ത് വെച്ച് വാൾ കൊണ്ട് വീഴുമാറാക്കും. തൻ്റെ ജനത്തെ നിന്ദിക്കുന്നതിനെ ദൈവത്തിന് അവഗണിക്കുവാനോ സാരമില്ല എന്ന് കരുതുവാനോ ആവില്ല. ദൈവം പറയുന്നു, അവൻ യെരുശലേമിന് അടുത്തുപോലും വരില്ല. അവൻ്റെ സ്വന്തം ദേശത്ത് തന്നെ അവൻ മരിച്ചു വീഴുമെന്ന്. അത് നിവൃത്തിയായതായി പിന്നീട് നാം കാണുന്നതാണ്. റബ്ശാക്കെ തൻ്റെ സൈന്യത്തിലേക്ക് മടങ്ങിച്ചെന്നപ്പോൾ അശൂർ രാജാവ് ലാഖീസിൽ നിന്നും മടങ്ങി ലിബ്നയ്ക്കെതിരെ യുദ്ധത്തിന് പോയിരിക്കുന്നു എന്നറിഞ്ഞു. മിസ്രൈം സൈന്യം അശൂരിൻ്റെ പ്രധാന സൈന്യത്തെ ആക്രമിക്കുന്നു എന്നൊരു കിംവദന്തി പറഞ്ഞിരുന്നു. അതുകൊണ്ട് റബ്ശാക്കെ അവരെ സഹായിക്കുന്നതിനു വേണ്ടി താൽക്കാലികമായി യെരുശലേം വിട്ടുപോയി. എന്നാൽ അവൻ മടങ്ങി വരും എന്നൊരു കത്ത് ഹിസ്കിയാവിന് കൊടുത്തയച്ചു. ഹിസ്കിയാവിനെ ഭ്രമിപ്പിച്ച് ദൈവം വിടുവിക്കുമെന്ന വിശ്വാസത്തെ ഇളക്കുന്നതിനുള്ള ഒരു ശ്രമമായിരുന്നു ഈ കത്ത്. 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ അത് നാം കാണുന്നുണ്ട്. നിങ്ങളത് വായിക്കണം. ഇതിന് ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. വളരെ ശ്രദ്ധേയമാണ്. 14-ാം വാക്യത്തിൽ ഹിസ്കിയാവ് ദൂതന്മാരുടെ കയ്യിൽ നിന്ന് എഴുത്തു വാങ്ങി വായിച്ചു. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിൽ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ അത് വിടർത്തി. കത്ത് കിട്ടിയ ഉടനെ ഹിസ്കിയാവ് നേരെ ദൈവാലയത്തിലേക്ക് പോകുന്നു. അവിടെ വെച്ച് കത്ത് അവൻ വിടർത്തുന്നു. ദൈവം മുൻപാകെ തുടർന്നുള്ള പ്രാർത്ഥന തിരുവചനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രാർത്ഥനകളിലൊന്നാണ്. ഈ 37-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 20 വരെയുള്ള ആ പ്രാർത്ഥന നിങ്ങൾ പ്രത്യേകം വായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. തൻ്റെ പ്രാർത്ഥന കേട്ട് ജനത്തെ അശൂരിൽ നിന്നും വിടുവിക്കുന്നതിനായി യെശയ്യാവ് യാചിക്കുന്നു. ആ കത്ത് അവൻ ദൈവത്തെ കാണിച്ചിട്ട് അത് ദൈവത്തിനെതിരെ നേരിട്ടുള്ള വെല്ലുവിളിയാണെന്ന് അവൻ പറയുന്നു. യെശയ്യാവിലൂടെയുള്ള ദൈവത്തിൻ്റെ മറുപടിയാണ് 28-ഉം 29-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. എന്നാൽ നിൻ്റെ ഇരിപ്പും നിൻ്റെ ഗമനവും ആഗമനവും എൻ്റെ നേരെയുള്ള നിൻ്റെ കോപഭ്രാന്തും ഞാൻ അറിയുന്നു. എൻ്റെ നേരെയുള്ള നിൻ്റെ കോപഭ്രാന്ത് കൊണ്ടും നിൻ്റെ അഹങ്കാരം എൻ്റെ ചെവിയിൽ എത്തിയിരിക്കുക കൊണ്ടും ഞാൻ എൻ്റെ കൊളുത്ത് നിൻ്റെ മൂക്കിലും എൻ്റെ കടിഞ്ഞാൺ നിൻ്റെ അധരങ്ങളിലും ഇട്ട് നീ വന്ന വഴിക്ക് തന്നെ നിന്നെ മടക്കിക്കൊണ്ടുപോകും. ദൈവം പറയുന്നു, അശൂര്യരുടെ നിന്ന താൻ കേട്ടു എന്ന്, അവരെ താൻ കൈകാര്യം ചെയ്യുന്നതാകുന്നു എന്ന് ദൈവം പറയുന്നു. അതെങ്ങനെയാകുന്നു എന്ന് നോക്കൂ. അതാണ് ദൈവം പറയുന്നത്. തുടർന്ന് തൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്നതും ഉറപ്പിക്കുന്നതുമായ വാക്ക് നൽകുന്നതായി 30-ാം വാക്യത്തിൽ നാം കാണുന്നു. അവൻ പറയുന്നു, എന്നാൽ ഇത് നിനക്കടയാളമാകും. നിങ്ങൾ ഈ ആണ്ടിൽ പടുവിത്ത് വിളയുന്നതും 2-ാം ആണ്ടിൽ താനെ കിളിർത്ത് വിളയുന്നതും തിന്നും. 3-ാം ആണ്ടിൽ നിങ്ങൾ വിതച്ച് കൊയ്യുകയും മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി അവയുടെ പഴം തിന്നുകയും ചെയ്യും. ഇവിടെ ലഭിക്കുന്ന പ്രഥമമായ ചിന്ത, യഹൂദ മക്കൾ കുറച്ചു കാലം കൂടി ഈ ദേശത്ത് പാർക്കും എന്നാണ്. അതുകൊണ്ടാണ് ഈ വർഷങ്ങൾ പറഞ്ഞിരിക്കുന്നത്. തുടർന്നുള്ള പ്രവചനത്തിൻ്റെ വ്യക്തത ശ്രദ്ധിക്കൂ. 33-ാം വാക്യത്തിൽ, ആകയാൽ യഹോവ അശൂർ രാജാവിനെക്കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ ഈ നഗരത്തിലേക്ക് വരികയില്ല, ഒരമ്പ് ഇവിടെ എയ്യുകയുമില്ല, അതിൻ്റെ നേരെ പരിചയോടുകൂടെ വരികയില്ല, അതിനെതിരെ വാടകോരുകയുമില്ല. ഇവിടെയാണ് 1,85,000 അശൂര്യ സൈന്യർ, അവരിൽ ആരെങ്കിലും ഒരാൾ അബദ്ധവശാൽ ഒരമ്പ് യെരുശലേമിൻ്റെ മതിലിന് മുകളിലൂടെ പായിച്ചെങ്കിൽ
ദൈവത്തിൻ്റെ പ്രവചനം തെറ്റിപ്പോകുമായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തം എത്ര ആശ്ചര്യകരം! അവൻ വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോകും, ഈ നഗരത്തിലേക്ക് വരികയുമില്ല. ദൈവത്തിൻ്റെ വാക്ക് അക്ഷരം പ്രതി നിറവേറി. ദൈവം അശൂർ സൈന്യത്തെ തകർക്കുന്നതാണ് തുടർന്ന് നാം കാണുന്നത്. 36-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എന്നാൽ യഹോവയുടെ ദൂതൻ പുറപ്പെട്ട അശൂര്യ പാളയത്തിൽ 185,000 പേരെ കൊന്നു. ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവർ എല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. ഭയങ്കര ആശ്ചര്യകരമായ കാഴ്ചയായിരുന്നു അത്. അവരെ ഭയപ്പെടുത്തിയ ശത്രുക്കൾ ഇതാ നിർജീവമായിരിക്കുന്നു, ജഡമായിരിക്കുന്നു. അശൂർ രാജാവിന് എന്ത് സംഭവിച്ചെന്ന് നോക്കാം. അങ്ങനെ അശൂർ രാജാവായ സൻഹരീബ് യാത്ര പുറപ്പെട്ടു മടങ്ങിപ്പോയി നിനവയിൽ പാർത്തു. 37-ാം വാക്യത്തിൽ അതാണ് നാം കാണുന്നത്. 38-ാം വാക്യത്തിലോ, എന്നാൽ അവൻ തൻ്റെ ദേവനായ നിസ്രോക്കിൻ്റെ ക്ഷേത്രത്തിൽ നമസ്കരിക്കുന്ന സമയത്ത് അവൻ്റെ പുത്രന്മാരായ അദ്രമേലേക്കും ശരസരും അവനെ വാൾ കൊണ്ട് കൊന്നിട്ട് അരാരത്ത് ദേശത്തേക്ക് ഓടിപ്പോയി കളഞ്ഞു. അവൻ്റെ മകനായ എസ്ഹരോദന് അവന് പകരം രാജാവായി തീർന്നു. ലോകചരിത്രവും ഇക്കാര്യം ഉറപ്പാക്കുന്നുണ്ട്. തൻ്റെ പുത്രന്മാരുടെ കയ്യാൽ അശൂർ രാജാവ് പട്ടുപോയി. ഈ കാലത്താണ് അശൂർ മഹാസാമ്രാജ്യത്തിന് കുലുക്കം തട്ടുകയും ബാബേൽ അതിനെ കീഴടക്കുകയും ചെയ്തത്. യൂഫ്രട്ടീസ് നദിക്കരികെ താൻ ഒരു സാമ്രാജ്യത്തെ ഒരുക്കുന്നു എന്ന് ദൈവം മുമ്പ് കൂട്ടി യെശയ്യാ പ്രവാചകനെ അറിയിച്ചിരുന്നു. തെക്കേ ദേശം അവിടെ ആയിരിക്കും പ്രവാസികളായി പോകുന്നതെന്ന്. ഹിസ്കിയാവിൻ്റെ കാലത്ത് ഈ അതിശയത്തിലൂടെ ദൈവം അവരെ വിടുവിച്ചു. എങ്കിലും ഇനിയും അവരെക്കുറിച്ച് അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു എന്ന് 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം വായിച്ചല്ലോ. അത് സംഭവിക്കും. അത് ഈ ജനത്തെക്കുറിച്ച് ഇങ്ങനെ പറയേണ്ടി വരുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. എത്ര കൃത്യമായിട്ടുള്ള പ്രവചനങ്ങളല്ലേ! ദൈവത്തിൻ്റെ വചനം എത്ര വ്യക്തമാണ്, എത്ര സത്യമാണെന്ന് തെളിയിക്കുന്ന എത്ര സംഭവങ്ങൾ. ദൈവസന്നിധിയിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവാശ്രയം ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ബലഹീനത എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. എങ്കിലും ദൈവത്തെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോവുകയില്ല. എന്നാൽ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് പോലെയോ ചിന്തിക്കുന്നത് പോലെയോ ആയിരിക്കണമെന്നില്ല ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എന്ന് ഒരു ദൈവഭക്തൻ തിരിച്ചറിയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ദൈവാശ്രയം പുതുക്കുവാൻ ഈ ക്ലാസുകൾ മുഖാന്തരമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.